മാർജിയാമിനെ പോർഫീറിയായ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈശോയും ശിഷ്യരും ഗലീലിയ തടാകത്തിലാണ്. യൂദാസ് ഉൾപ്പെടെ ശിഷ്യരെല്ലാം കൂടെയുണ്ട്. യൂദാസിൻ്റെ ക്ഷീണമെല്ലാം മാറി രോഗാവസ്ഥയിൽ ലഭിച്ച സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും എല്ലാം ഫലമെന്നോണം ആളിൻ്റെ മുഖഭാവം കുറെ കൂടെ ശാന്തമായിട്ടുണ്ട്. മാർജിയാമും കൂടെയുണ്ട്. ബാലൻ ആദ്യമായിട്ടാണ് ജലത്തിൽ യാത്ര ചെയ്യുന്നത്. അതിനാൽ പേടിയുണ്ട്. എന്നാൽ പേടിക്കുന്നത് ആരും കാണരുതെന്നാണ് ആഗ്രഹം. എന്നാൽ വള്ളം സാധാരണയിൽ കവിഞ്ഞുയരുകയും താഴുകയും ചെയ്യുമ്പോൾ ഒരു കൈകൊണ്ട് അവൻ ആടിൻ്റെ കഴുത്തിൽ പിടിക്കുകയും മറ്റേ കൈകൊണ്ട് പിടികിട്ടുന്ന എന്തിന്മേലും കഴുക്കോൽ, പായ്മരം, ബെഞ്ച്, പത്രോസിൻ്റെ കാല്, ആൻഡ്രൂവിൻ്റെ അല്ലെങ്കിൽ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വേലക്കാരുടെ കാല് മുറുക്കി പിടിക്കുന്നു. ആടും പേടിച്ച് കരച്ചിൽ തന്നെ. മാർജിയാം കണ്ണുമടച്ചാണ് ഇരിപ്പ്. ഇപ്പം മുങ്ങി മരിക്കുമെന്ന് വിചാരിച്ച്. അവൻ്റെ കവളിൽ നുള്ളിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പത്രോസ് പറയുന്നു, നിനക്ക് പേടിയില്ലല്ലോ. ഒരു ശിഷ്യൻ ഒരിക്കലും പേടിക്കരുത്. ഇല്ലെന്നുള്ള അർത്ഥത്തിൽ ബാലൻ തലയാട്ടുന്നു. എന്നാൽ യോർദാൻ നദീമുഖമായപ്പോൾ കാറ്റ് ശക്തിയായി. തിരകൾ ഉയർന്നു തുടങ്ങി. ഒരു ശക്തിയേറിയ തിരയടിച്ച് വള്ളം മറിയാൻ തുടങ്ങിയപ്പോൾ പേടിച്ചവൻ കൂകി. അപ്പസ്തോലന്മാരിൽ ചിലരെല്ലാം ചിരിക്കുന്നു. ചിലരെല്ലാം കടൽ യാത്രക്ക് പറ്റാത്ത ഒരുവൻ്റെ പിതാവാണ് പത്രോസ് എന്ന് പറഞ്ഞു പത്രോസിനെ കളിയാക്കുന്നു. ചിലർ മാർജിയാമിനെയും കളിയാക്കുന്നുണ്ട്. നീ എപ്പോഴും പറയാറുണ്ട് കടലിലും കരയിലും ഈശോയെ പ്രസംഗിക്കുമെന്ന്. എങ്കിലും ഏതാനും കിലോമീറ്റർ കായലിലൂടെ യാത്ര ചെയ്തപ്പോൾ തന്നെ പേടിച്ചു കരയുകയാണല്ലോ, മോശം എന്നെല്ലാം പറയുന്നു. എന്നാൽ മാർജിയാം ധൈര്യത്തോടെ വാദിക്കുന്നു, തങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനെ എല്ലാവർക്കും പേടിയാണ്. എനിക്ക് വെള്ളത്തോട്, യൂദാസിന് മരണത്തോടും പേടി. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു യൂദാസിന് മരണത്തെ ഭയമായിരുന്നെന്ന്. കുട്ടിയുടെ വാക്കുകൾ കേട്ടിട്ട് യൂദാസിന് ഒരു പ്രതികരണവുമില്ല എന്നത് എനിക്ക് വിസ്മയമുളവാക്കുന്നു. നേരെ മറിച്ച് അയാൾ ഇങ്ങനെ പറയുന്നു, നീ പറഞ്ഞത് ശരിയാണ്. തങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനെ എല്ലാവരും ഭയപ്പെടുന്നു. എന്നാൽ നമ്മൾ ബെത്സദായോടടുത്തു. ഇനി അല്പദൂരം മാത്രമേയുള്ളൂ. അവിടെ സ്നേഹം കണ്ടെത്തുമെന്ന് നിനക്കുറപ്പാണ്. എനിക്ക് പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അല്പം ദൂരെയെങ്കിലും എത്താമെന്നും അവിടെ സ്നേഹം കണ്ടെത്താമെന്നും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നു. അയാൾ ഇത് പറയുന്നത് വിഷാദിച്ച് തളർന്ന ഒരു ഭാവത്തോടെയാണ്. നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നില്ലേ? വളരെ വിസ്മയത്തോടെ ആൻഡ്രൂ ചോദിക്കുന്നു. ഇല്ല, ഞാൻ എന്നെ തന്നെ അവിശ്വസിക്കുന്നു. എനിക്ക് രോഗമായിരുന്നപ്പോൾ ധാരാളം വിശുദ്ധരായ സ്ത്രീകൾ എനിക്കരികിലുണ്ടായിരുന്നു. അപ്പോൾ ആധ്യാത്മികമായി ഞാൻ എത്ര പിന്നിലാണെന്ന് എനിക്ക് മനസ്സിലായി. എത്രമാത്രം ഞാൻ ധ്യാനിച്ചു. ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു, അവൻ തങ്ങളെ തന്നെ നന്നാക്കാനും സ്വർഗം നേടാനും ഇപ്രകാരം ശ്രമിക്കുന്നെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം അവരുടെ വിചാരം അവർ പാപികളാണെന്നാണ്. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് അവർ ഇപ്പോൾ തന്നെ വിശുദ്ധനാണെന്ന്. എൻ്റെ കാര്യം എങ്ങനെ ഗുരുവേ? എന്നെങ്കിലും ഞാൻ വിജയിക്കുമോ? സന്മനസ്സുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ കഴിയും. എന്നാൽ എൻ്റെ മനസ്സ് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഇല്ലാത്ത നന്മകൾ ദൈവസഹായം കൊണ്ട് ലഭ്യമാകും. ഇപ്പോൾ നിനക്കുള്ള എളിമ നിനക്കുണ്ടായ സുഖക്കേട് നിമിത്തം ലഭിച്ചതാണ്. കണ്ടോ, നിനക്കല്ലാതിരുന്ന ഒരു നന്മ വേദനിപ്പിച്ച ഒരു സംഭവത്തിലൂടെ ദൈവം നിനക്ക് നൽകി. ഗുരുവേ, അത് സത്യമാണ്. എന്നാലും ആ സ്ത്രീകൾ എത്ര പൂർണ്ണരായ ശിഷ്യരാണവർ. നിന്റെ അമ്മയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവളുടെ കാര്യം ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. മറ്റുള്ള സ്ത്രീകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓ, അവർ നമ്മളെക്കാൾ വളരെ മുന്നിലെത്തിയിട്ടുണ്ട്. അവരുടെ ഭാവി പ്രേക്ഷിതത്വത്തിന് ഞാൻ ഒരു പരീക്ഷണമായിരുന്നു. ആദ്യ പരീക്ഷണങ്ങളിൽ ഒന്നെങ്കിലും ഗുരുവേ, എന്നെ വിശ്വസിക്കൂ. തീർച്ചയായും അവരെ നിനക്ക് ആശ്രയിക്കാം. ഏലീശയെയും എന്നെയും അവർ ശുശ്രൂഷിച്ചു. ഏലീശ ആകെ വ്യത്യാസപ്പെട്ട ഒരു പുതിയ വ്യക്തിയായി ബെത്സൂറിലേക്ക് തിരിച്ചുപോയി. എനിക്ക് വേണ്ടിയും അവർ കുറെ ബുദ്ധിമുട്ടി. എന്നാൽ അവർ ഇത്രയും പരിശ്രമിച്ചതിനാൽ ഞാനും ഒരു പുതിയ വ്യക്തിയായി മാറുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ശരീരശക്തി ശരിക്കും വീണ്ടും കിട്ടിയിട്ടില്ലാത്ത യൂദാസ് കരയാൻ തുടങ്ങുന്നു. അയാളുടെ സമീപത്തിരിക്കുന്ന ഈശോ കൈ യൂദായുടെ ശിരസിൽ വയ്ക്കുകയും മറ്റുള്ളവരോട് മൗനമായിരിക്കാൻ ആംഗ്യം കാട്ടുകയും ചെയ്യുകയാണ്. പത്രോസും ആൻഡ്രൂവും വള്ളം കരക്കടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഒന്നും പറയുന്നില്ല. തീഷ്ണൻ മാത്യു
ഫിലിപ്പ്, മാർജിയാം എന്നിവർക്ക് സംസാരിക്കണമെന്നില്ല. കാരണം കരക്കിറങ്ങാനുള്ള താല്പര്യവും ഒരുക്കവും. ഒന്നും പറയാതിരിക്കുകയാണ് നല്ലതെന്ന് സ്വയം ബോധ്യവും. വള്ളം യോർദാൻ നദിയിലൂടെ മുന്നോട്ടു പോയി. അധികം താമസിയാതെ മണൽത്തിട്ടയിൽ വള്ളം ഉറപ്പിച്ചു. വേലക്കാർ കയറുകൊണ്ട് ഒരു പലക വെച്ചുറപ്പിച്ചു കൊടുത്തു. പത്രോസും ആൻഡ്രൂസും അവരുടെ നെടിയ അങ്കി ധരിച്ചു. മറ്റേ വള്ളവും ഇതുപോലെ തന്നെ കരക്കടിപ്പിച്ചു. മറ്റുള്ള അപ്പസ്തോലന്മാരും കരക്കിറങ്ങി. ഈശോയും യൂദാസും വള്ളത്തിൽ നിന്നിറങ്ങുന്നു. ഈ സമയം പത്രോസ് മാർജിയാമിനെ ഒരു ഉടുപ്പ് ധരിപ്പിക്കുകയും മുടിയും മുഖവുമെല്ലാം വൃത്തിയാക്കുകയും ചെയ്യുന്നു. ഭാര്യയുടെ പക്കൽ കുട്ടിയെ നല്ല രീതിയിൽ കൊണ്ടു ചെല്ലണമല്ലോ. എല്ലാവരും കരക്കിറങ്ങി, ആടുകളും ഇറങ്ങി. നമുക്ക് പോകാം, സന്തോഷഭരിതനായി പത്രോസ് പറയുന്നു. ബാലന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു. മാർജിയാമും വികാരഭരിതനായിട്ടുണ്ട്. ആടിന്റെ കാര്യമെല്ലാം അവൻ മറന്നു. ഇപ്പോൾ ജോണാണ് ആടിനെ അന്വേഷിക്കുന്നത്. മാർജിയാം പെട്ടെന്ന് പേടിച്ചൊരു ചോദ്യം. എന്നാൽ അവൾക്കെന്നെ വേണമായിരിക്കുമോ? അവൾ നേരായിട്ടും എന്നെ സ്നേഹിക്കുമോ? പത്രോസും അവനെ ധൈര്യപ്പെടുത്തുന്നു. എങ്കിലും കുട്ടിയുടെ ഭയം തന്നെ പത്രോസിനെയും ഒരുപക്ഷെ ബാധിച്ചാലെന്ന പോലെ പത്രോസും ഈശോയോട് ചോദിക്കുന്നു. ഗുരുവേ, അങ്ങ് പോർഫിറിയായോടും പറഞ്ഞേക്കുമോ? സാഹചര്യമെല്ലാം നന്നായി പറയാൻ എനിക്കാവുമെന്ന് തോന്നുന്നില്ല. ഈശോ പുഞ്ചിരി തൂകിക്കൊണ്ട് അക്കാര്യം ഏറ്റെന്ന് വാക്കുകൊടുക്കുന്നു. നദീതീരത്തുകൂടെ നടന്ന് അവർ വേഗത്തിൽ വീട്ടിലെത്തി. തുറന്നു കിടക്കുന്ന വാതിലിലൂടെ പോർഫീറിയ ജോലി ചെയ്യുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. അടുക്കള വാതിലിലൂടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് ഈശോ പറയുന്നു, സമാധാനം നിന്നോടുകൂടി ആയിരിക്കട്ടെ. പോർഫീറിയ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം തേച്ചു കഴുകുകയാണ്. ഗുരുവേ, സൈമൺ. ആ സ്ത്രീ ഓടി വന്ന് ഈശോയുടെയും പിന്നീട് പത്രോസിൻ്റെയും കാൽക്കൽ വീണ് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. അനന്തരം അവൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, നിങ്ങളെ കാണാൻ വളരെ ആഗ്രഹിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നോ? അകത്തു വരൂ, നിങ്ങൾ ക്ഷീണിതരായിരിക്കും. സന്തോഷം കൊണ്ട് ചുവന്നു തുടുത്ത അവളുടെ മുഖം അത്ര സുന്ദരമല്ലെങ്കിലും വളരെ പ്രീതി ഉളവാക്കുന്നതാണ്. ഞങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല. ഞങ്ങൾ നസ്രസിൽ നിന്നാണ് വരുന്നത്. വഴിയിൽ കാനായിലും തങ്ങി. വള്ളങ്ങളെല്ലാം തിബേരിയസിലായിരുന്നു. ഞങ്ങൾക്ക് ക്ഷീണമില്ലെന്ന് കണ്ടാൽ അറിയാമല്ലോ. ഒരു ബാലനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സൈമന്റെ പുത്രൻ യൂദാസിന് ക്ഷീണമാണ്. അയാൾക്ക് ഈയിടെ രോഗമായിരുന്നു. ഒരു ബാലനോ? ഇത്ര ചെറിയ ശിഷ്യനോ? വഴിയിൽ ഞങ്ങൾ ദത്തെടുത്ത ഒരു അനാഥ ബാലൻ. ഓ മകനെ, ഇങ്ങു വരൂ, എൻ്റെ ഓമനക്കുട്ട, നിന്നെ ഞാനൊന്ന് മുത്തട്ടെ. ലജ്ജിച്ച ഈശോയുടെ അടുത്ത് പകുതി മറഞ്ഞു നിന്ന ബാലൻ ഒരു എതിർപ്പും കാണിക്കാതെ ആ സ്ത്രീയുടെ ആലിംഗനവും ചുംബനവും സ്വീകരിക്കുന്നു. അവനെ ചുംബിക്കാൻ മുട്ടുകുത്തിയപ്പോൾ അവനും സ്ത്രീയും ഒരേ പൊക്കം. ഇത്ര ചെറുപ്പമായ ഇവനെയും എപ്പോഴും അങ്ങ് കൂടെ കൊണ്ടു നടക്കാൻ പോവുകയാണോ? അവൻ ക്ഷീണിച്ചു പോകുമല്ലോ. അവൾക്ക് വലിയ ദയ. ബാലനെ അവൾ കെട്ടിപ്പിടിച്ച് അവളുടെ കവളുകൾ അവൻ്റെ കവളിൽ ചേർത്ത് വെച്ച് നിൽക്കുന്നു. ഞാൻ വേറെയാണ് വിചാരിച്ചിരുന്നത്. ഞങ്ങൾ ഗലീലയിൽ നിന്നും തടാകത്തിൻ്റെ പ്രദേശങ്ങളിൽ നിന്നും പോകുമ്പോൾ ബാലനെ എൻ്റെ ശിഷ്യകളിൽ ആരെയെങ്കിലും ഏൽപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ കർത്താവേ, എന്നെ ഏൽപ്പിക്കുകയില്ലേ? എനിക്ക് സ്വന്തമായി കുട്ടികളില്ലല്ലോ. എന്നാൽ എനിക്ക് മരുമക്കൾ ധാരാളമുണ്ട്. അതിനാൽ കുട്ടികളോടെങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. പ്രസംഗിക്കാൻ കഴിവില്ലാത്ത ഒരു ശിഷ്യയാണ് ഞാൻ. മറ്റു ശിഷ്യകൾ അങ്ങയെ അനുഗമിക്കുന്നത് പോലെ അങ്ങയെ അനുഗമിക്കാൻ എനിക്ക് ആരോഗ്യമില്ല. ഓ, നിനക്കറിയാം ഞാൻ എത്ര ഭീരുവാണെന്ന്. എന്നാൽ ഞാൻ ബന്ധിതയാണെന്നും അങ്ങേക്കറിയാം. കെട്ടപ്പെട്ടിരിക്കുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത്? പരസ്പരം എതിർവശങ്ങളിലേക്ക് വലിക്കുന്ന 2 കയറുകൾ കൊണ്ടാണ് ഞാൻ കെട്ടപ്പെട്ടിരിക്കുന്നത്. അത് രണ്ടും മുറിച്ചുവിടാൻ എനിക്ക് ധൈര്യമില്ല. ഈ ബാലന് അമ്മയായിരുന്നു കൊണ്ട് അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ അനുവദിക്കുക. മറ്റു ശിഷ്യകൾ അനേകരം പഠിപ്പിക്കുന്നത് ഞാൻ ഇവനെ പഠിപ്പിക്കും, നിന്നെ സ്നേഹിക്കാൻ. ഈശോ അവളുടെ ശിരസിൽ കൈവച്ച് പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുന്നു, ബാലനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ കാരണം ഇവിടെ ഒരു അമ്മയെയും ഒരപ്പനെയും അവന് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇവിടെ കുടുംബം നമുക്ക് പൂർണ്ണമാക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോ മാർജിയാമിൻ്റെ കൈകൾ പത്രോസിൻ്റെയും പോർഫീറിയായുടെയും കൈകളിൽ വെച്ചു. നിഷ്കളങ്കനായ ഈ ബാലനെ വിശുദ്ധമായ വിധത്തിൽ വളർത്തുക. പത്രോസിൻ്റെ കണ്ണുകൾ കണ്ണീർ നിറഞ്ഞ് പ്രകാശിക്കുന്നു. പത്രോസ് നേരത്തെ വിവരം അറിഞ്ഞിരുന്നല്ലോ. കൈപ്പുറം കൊണ്ട് കണ്ണീർ തുടക്കുക മാത്രമേ പത്രോസ് ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഇത്രയും പ്രതീക്ഷിക്കാതിരുന്ന ഭാര്യയ്ക്ക് ഏതാനും നിമിഷത്തേക്ക് വിസ്മയ ആധിക്യത്താൽ ഒന്നും ശബ്ദിക്കാൻ തന്നെ കഴിയുന്നില്ല.
പിന്നീട് അവൾ മുട്ടുകുത്തി നിന്ന് പറയുന്നു, ഓ എൻ്റെ കർത്താവേ, എൻ്റെ ഭർത്താവിനെ അങ്ങ് കൊണ്ടുപോയി. എന്നെ മിക്കവാറും ഒരു വിധവയാക്കി. ഇപ്പോൾ എനിക്കൊരു പുത്രനെ തരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് സർവ്വ റോസാപ്പൂക്കളും ഇപ്പോൾ വർഷിച്ചിരിക്കുന്നു. നീ എടുത്തവ മാത്രമല്ല, ഒരിക്കലും എനിക്കില്ലാതിരുന്നവയും ഇപ്പോൾ തന്നിരിക്കുന്നു. നീ അനുഗ്രഹീതനാകട്ടെ. ഈ ബാലൻ എൻ്റെ ഉദരഫലമായിരുന്നെങ്കിൽ എങ്ങനെയോ അതിലുമധികം എനിക്ക് പ്രിയപ്പെട്ടവനാണ്. കാരണം നിന്നിൽ നിന്നാണ് അവനെ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് അവൾ ഈശോയുടെ വസ്ത്രാഞ്ചലം ചുംബിക്കുന്നു. ബാലനെയും ചുംബിച്ച് മടിയിലിരുത്തുന്നു. അവൾ സന്തോഷവതിയായി. അവളുടെ സ്നേഹവർഷം അഭംഗം തുടരട്ടെ. നമുക്ക് പോകാം. ഞങ്ങൾ പ്രസംഗിക്കാൻ പട്ടണത്തിലേക്ക് പോവുകയാണ്. സൈമൺ, ഇവിടെ നിന്നുകൊള്ളൂ. ഞങ്ങൾ വൈകിട്ട് തിരിച്ചു വരും. അത്താഴവും വിശ്രമവും ഇവിടെ തരുമല്ലോ. അവരെ 3 പേരെയും സമാധാനത്തിൽ വിട്ട് ഈശോ ശിഷ്യരുമായി പുറത്തേക്ക് പോകുന്നു. ജോൺ പറയുന്നു, എൻ്റെ കർത്താവേ, സൈമൺ ഇന്ന് സന്തോഷം തന്നെ. നിനക്കും ഒരു കുട്ടി വേണമെന്നുണ്ടോ? വേണ്ട, എനിക്ക് 2 ചിറകുകൾ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. പറന്ന് സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് പ്രകാശത്തിൻ്റെ ഭാഷ പഠിച്ച് മനുഷ്യരോടത് പറയാൻ. ഇങ്ങനെ പറഞ്ഞ് ജോൺ പുഞ്ചിരി തൂകുന്നു. ആടിനെ അവർ വൃക്ഷത്തോപ്പിൻ്റെ അങ്ങേ അറ്റത്ത് കൊണ്ടുചെന്ന് കെട്ടി. വലയും മറ്റും അവിടെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അതിന് കുറച്ച് പുല്ലും ഇലകളും വെള്ളവും കൊടുത്ത ശേഷം അവർ പട്ടണത്തിൻ്റെ കേന്ദ്രഭാഗം ലക്ഷ്യമാക്കി നടക്കുന്നു.